എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 12-ന്റെ 1 മുതൽ 6 വരെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അവസാനിക്കുന്നത് വലിയ ഒരു പ്രത്യാശയോടുകൂടിയാണ്. സ്വർഗത്തിലെ തുറക്കപ്പെട്ട ദേവാലയം, അവിടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്നു. ഭാവിയുടെ വാതിൽ തുറക്കലാണ് അവിടെ നമ്മൾ കാണുന്നത്. 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഭീകരത്വം നിറഞ്ഞ ചിത്രം ആണ് യോഹന്നാൻ നൽകുന്നത്. സ്ത്രീയും മഹാസർപ്പവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു കാൽപ്പനിക പശ്ചാത്തലം ഇതിൽ നിന്ന് വേദപുസ്തക പണ്ഡിതന്മാർ പോലും കണ്ടെത്തുന്നുണ്ട്. സൂര്യദേവനെ കൊല്ലാൻ ശ്രമിക്കുകയും ആ ശ്രമത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന അന്ധകാരത്തിൻ്റെ ഭീകര സ്വത്വത്തെ, അതിനെപ്പറ്റിയുള്ള ഐതിഹ്യം അവർ സൂചിപ്പിക്കുന്നു. സൂര്യദേവനുമായി താരതമ്യപ്പെടുത്തിയിരുന്ന റോമ ചക്രവർത്തിയെ കാണിക്കാൻ ഈ ഐതിഹ്യം ഉപയോഗിച്ചിരുന്നു. എന്തായാലും വിശുദ്ധ യോഹന്നാൻ പ്രതീക്ഷിക്കുന്ന സന്ദേശത്തിന് ഇത്തരത്തിലുള്ള വ്യാഖ്യാനത്തിലൂടെ അർത്ഥം ആരോപിക്കാൻ കഴിയില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിശാല പശ്ചാത്തലവും അതിലെ വേദഭാഗ സൂചനകളുമാണ് ഈ നിഗൂഢത തുറക്കാൻ പറ്റിയ താക്കോൽ. സ്ത്രീയെ ക്രിസ്തുവിൻ്റെ മാതാവായ മറിയമായി വ്യാഖ്യാനിക്കുന്ന അതിശക്തമായ ഒരു ക്രിസ്തീയ വ്യാഖ്യാന പാരമ്പര്യമൊക്കെ നിലവിലുണ്ട്. എന്നാൽ വേദപുസ്തക പശ്ചാത്തലം പരിഗണിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ പ്രസവവേദനയിൽ മശിഹാ സമൂഹമായ ദൈവജനത്തിൻ്റെ പ്രതീകമായി സ്ത്രീയെ കാണുന്നതാണ് കൂടുതൽ യുക്തിപൂർവം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ സിയോനാണ് നോവ് കിട്ടിയിരിക്കുന്നത്. 12 നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം സ്ത്രീ ധരിച്ചിരിക്കുന്നു. ഇത് 12 ഗോത്രങ്ങളെ കുറിക്കുന്നു. ദൈവകൽപ്പന കാക്കുകയും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവരെല്ലാം അവളുടെ വകയാണ്. 17-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ചുമന്ന മഹാസർപ്പം കനാന്യ ഐതിഹ്യത്തിലെ കടൽ സ്വത്വമായ ലിവ്യാഥാനോട് സാമ്യമുള്ളതാണ്. സങ്കീർത്തനം 74-ലും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 27-ലും ഒക്കെ അതിൻ്റെ സൂചനയുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 3 മുതലുള്ള ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നതും മൃഗത്തോട് സാമ്യമുള്ളതുമായ ഫറവോനെ പോലെയും വെളിപ്പാട് 13-ൽ റോമിനെ പ്രതിനിധാനം ചെയ്യുന്ന മൃഗത്തെ പോലെയും പിൽക്കാലത്ത് തിന്മയുടെ മൂർത്തിഭാവങ്ങളായി ഉയർന്നിട്ടുള്ള ശക്തികളെ പോലെയും
മർദ്ദക സാമ്രാജ്യങ്ങൾക്കും സ്വേച്ഛാധിപതികൾക്കും ഒരുതരം നിഷേധ സിദ്ധാന്തങ്ങൾക്കും ശക്തി സ്രോതസ്സായി നിൽക്കുന്നത് ഈ മഹാസർപ്പമാണ്. തിന്മശക്തിയുടെ വിവിധ മൂർത്തിഭാവങ്ങളെ കുറിക്കുന്ന 7 തലകളും 10 കൊമ്പുകളും 7 കിരീടങ്ങളും 13-ാം അധ്യായത്തിൽ വീണ്ടും കാണാം. 1/3 ഭാഗം നക്ഷത്രങ്ങളെ തൂത്തെറിഞ്ഞു കളയുന്ന മഹാസർപ്പത്തിൻ്റെ വാല് ശൂന്യതയും നാശവും സൃഷ്ടിക്കുന്ന തിന്മയുടെ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. അതിൻ്റെ ശക്തി ഇത്തിൽ കണ്ണി പോലുള്ളതും നാശകരവുമാണ്. ജീവന് ജന്മം കൊടുക്കാൻ അതിന് കഴിയില്ല. അതിന് ചെയ്യാവുന്നത് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി കാത്തിരുന്ന് അതിനെ വിഴുങ്ങിക്കളയാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ്. തങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്ന എന്തിനേയും അടിച്ചമർത്തുന്ന ദുഷ്പ്രഭുത്വ ശക്തിയെ പ്രതിനിധീകരിച്ച് ആൺകുഞ്ഞുങ്ങളെയെല്ലാം വധിക്കാൻ ഉത്തരവിട്ട ഫറവോനെയും ബേത്ലഹേമിലെ കുഞ്ഞുങ്ങളെ നിഗ്രഹിച്ച ഹെരോദാവിനെയും അത് ഓർമ്മിപ്പിക്കും. രാഷ്ട്രങ്ങളുടെ എതിർപ്പിനെതിരെ ദൈവപുത്രനെ രാജാവായി വാഴിക്കുന്നുവെന്ന് പറയുന്ന 2-ാം സങ്കീർത്തനത്തിന് യോഹന്നാൻ നൽകുന്ന വ്യാഖ്യാനമായി ഇരുമ്പ് ദണ്ഡിൻ്റെ സൂചന വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് സ്ത്രീയുടെ പ്രസവം യേശുവിൻ്റെ ജനനമായി മാത്രം പരിമിതപ്പെടുത്തി വ്യാഖ്യാനിക്കേണ്ടതില്ല. മരണത്തിലും ഉയിർപ്പിലും സ്വർഗാരോഹണത്തിലും കൂടി അവൻ്റെ രാജത്വത്തിൻ്റെ വേദനാപൂർണമായ ജനനത്തെ അത് സൂചിപ്പിക്കാം. പൈതൽ ദൈവസന്നിധിയിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു എന്ന 5-ാം വാക്യത്തിൻ്റെ ഉപസംഹാരത്തോട് ഈ വാക്യം ഒരുപാട് യോജിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്ന പീഡനകാലമായ 1260 ദിവസം ദൈവജനം മരുഭൂമിയിൽ നിലനിൽക്കുന്നു. മറ്റ് പശ്ചാത്തലങ്ങളിൽ മരുഭൂമി സാത്താൻ്റെ പ്രവർത്തന മേഖലയായിരിക്കാം. എന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്ന മരുഭൂമിയിൽ മഹാനഗരം പുഷ്ടി പ്രാപിക്കുന്ന ശക്തിക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ മരുഭൂമി ദൈവജനത്തിന് രക്ഷപ്പെട്ട് ചെന്ന് ഒളിക്കാനുള്ള ഒളിയിടവും നിലനിൽപ്പ് സ്ഥാനവും ദൈവം അവരെ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഇടവുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മഹാസർപ്പത്തിൻ്റെ വിവിധ തരത്തിലുള്ള ആക്രമണത്തിൽ നിന്ന് പീഡിതർ യഥാകാലം രക്ഷപ്പെട്ടു നിന്നതിൻ്റെ പ്രതീകാവിഷ്കാരമായി മരുഭൂമിയെ ഇവിടെ കണക്കാക്കാം. ആദിമസഭയും ഒളിയിടങ്ങൾ തേടി അനേക ഇടങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അവരെ കൊച്ചു അറകളിലും ഭൂഗർഭ ശ്മശാനങ്ങളിലും ചെറിയ സംഘങ്ങളായി കൂടി വന്ന് പ്രാർത്ഥിക്കുകയും തിരുവചനം വായിക്കുകയും അപ്പവും വീഞ്ഞും പങ്കിടുകയും ചെയ്തുകൊണ്ട് പീഡനത്തെ അതിജീവിച്ചവരാണ്. അങ്ങനെയുള്ള ചെറുത്തുനിൽപ്പ് മഹാസർപ്പത്തിൻ്റെ ധാരണയ്ക്ക് അതീതമാണ്. അങ്ങനെ ആദിമ ക്രിസ്ത്യാനികളും ബൊഹീമിയയിൽ 175 വർഷത്തെ സമ്പൂർണ്ണ വിലക്കിനെതിരെ ഹുസൈത്യരും മറ്റനേകരും നൂറ്റാണ്ടുകളോളം പീഡനത്തെ ചെറുത്ത് നിലനിന്നു. അപ്പോൾ ചരിത്രത്തിൽ ക്രൈസ്തവ സമൂഹം രാഷ്ട്രശക്തി ഉപയോഗിച്ചുള്ള പീഡനങ്ങൾക്ക് എതിരെ ചെറുത്ത് നിന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായും അവർക്ക് ഒളി സങ്കേതങ്ങൾ ദൈവം തമ്പുരാൻ തുറന്നു കൊടുത്തതായും മനസ്സിലാക്കാൻ സാധിക്കുന്നു. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം സ്വർഗം തുറക്കപ്പെടുകയും അവിടെ ആലയം പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. നാടകീയമായ രംഗങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വേദഭാഗം റോമാ സാമ്രാജ്യത്തിൻ്റെ തിന്മകൾക്കെതിരായി സഭ പിടിച്ചു നിന്നത്, അതിനെ എതിരിട്ട് നിന്നതിനെ സൂചിപ്പിക്കുന്നത് ഈ വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രസക്തമാണ്. യേശുവിൻ്റെ സാക്ഷ്യം പ്രമാണിക്കുന്നവരും
ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും ചേർന്നാണ് സഭയുടെ അസ്തിത്വം രൂപം കൊള്ളുന്നത്. അങ്ങനെ ഒരു അസ്തിത്വം ഒരു കാരണവശാലും നശിച്ചു പോകുന്നതല്ല. ഏത് വിധേനയും ദൈവം അതിനെ സംരക്ഷിച്ച് വഴി നടത്തും. അതാണ് നമുക്ക് ലഭിക്കുന്ന ഉറപ്പ്. ഇനിയും സഭയ്ക്ക് ദൈവം നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പ് അതാണ്. വ്യത്യസ്തമായ പീഡനങ്ങളിലൂടെ സഭ കടന്നു പോകേണ്ടി വരും. ഓരോ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും മാറി മാറി വരുമ്പോൾ, ഓരോ രാജ്യത്തിൻ്റെയും നിലപാടുകൾ വ്യത്യസ്തമാകുമ്പോൾ, ദൈവജനത്തെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്ന പ്രത്യാശയുടെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിലും കരുണയിലും ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ ചുവടുവയ്ക്കുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും ഊർജവും ഞങ്ങൾക്ക് നൽകണമേ. നിസ്സാരമായ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ആവശ്യങ്ങളിലും പ്രവർത്തന മേഖലകളിലും യാത്രകളിലുമൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല ഓർമ്മകൾ പങ്കുവെച്ച് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും നല്ല നാൾ വഴികളെ പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകണമേ. യേശുമിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.